എന്തുകൊണ്ടാണ് ഫിൻലാൻഡിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ലോകത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് പറയപ്പെടുന്നത്? 5 പോയിന്റുകൾ ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ നാട്ടിൽ ഡോക്ടർ, എഞ്ചിനീയർ ഏറ്റവും സോർട്ട് ഔട്ട് പ്രൊഫഷൻസാണ്. അതേപോലെ ഫിൻലാൻഡിലെ ഏറ്റവും വെൽ പെയ്ഡും ഏറ്റവും മികച്ച പ്രൊഫഷൻസിലൊന്ന് ടീച്ചർമാരാണ്. മികച്ച ടീച്ചർമാർ മികച്ച വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും മികച്ച വിദ്യാർത്ഥികളെയും നിർമ്മിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. 2, കുട്ടികളെ അനാവശ്യമായി ഹോംവർക്ക് അടക്കമുള്ള കാര്യങ്ങളിൽ അവർ പ്രഷറൈസ് ചെയ്യുന്നില്ല. എക്സാം പ്രഷേഴ്സ് കുറവാണ്. എക്സാം ഇല്ല എന്നുള്ളതൊരു തെറ്റിദ്ധാരണയാണ്. എക്സാംസ് ഉണ്ട്, പക്ഷേ എക്സാമിന്റെ പ്രഷർ, ഹോംവർക്കിന്റെ പ്രഷർ നമ്മുടെ നാട്ടിലെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ കുറവാണ് എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. 3, ലൈഫ് സ്കിൽസിൽ ഇവർ വളരെയധികം ഫോക്കസ് ചെയ്യുന്നു. അതായത് വിദ്യാർത്ഥികൾക്കൊരു റോട്ട് ലേണിംഗ്, കാണാതെ പഠിക്കുക, മെമ്മറൈസ് ചെയ്ത് പഠിച്ച കാര്യങ്ങൾ പരീക്ഷയിൽ റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നതിനപ്പുറം ജീവിത നൈപുണ്യത്തിന്, ലൈഫ് സ്കിൽസിന് വലിയ പ്രാധാന്യം ഫിൻലാൻഡിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. 4, ഏറ്റവും പ്രധാനം, അവരുടെ രാജ്യം എഡ്യൂക്കേഷനെ ഒരു പോളിസി ഇനീഷ്യേറ്റീവായിട്ട് എടുത്ത് വലിയ രീതിയിൽ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. വലിയ രീതിയിൽ വിദ്യാഭ്യാസ രംഗത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലം ഫിൻലാൻഡ് എന്ത് ചെയ്യണം ഉയർച്ചയ്ക്കെന്ന് ആലോചിക്കുകയായിരുന്നു. ആ രീതിയിൽ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് വളരെയധികം ഇൻവെസ്റ്റ് ചെയ്യുകയും അതിനുശേഷം എഡ്യൂക്കേഷനിൽ വലിയൊരു ലീപ്പ് അവർക്കുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു 30-40 വർഷങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പടിപടിയായിട്ട് ഒരു കയറ്റം ഫിൻലാൻഡിന് സാധ്യമായി. 5, ഫിൻലാൻഡിലെ നേച്ചറുമായിട്ട് ചേർന്നുള്ള ഒരു ജീവിതമാണ്. ദേ ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ എന്ന് പറയാം. സൗന ഫിൻലാൻഡ് ലൈഫിന്റെ ഏറ്റവും പ്രധാന ഭാഗമാണ്. 50 ലക്ഷം ആൾക്കാരാണ് ഫിൻലാൻഡിലുള്ളത്. 30 ലക്ഷത്തിലധികം സോനയുണ്ട്. അവർ പ്രകൃതിയോട് അലിഞ്ഞു ചേർന്നാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ പ്രകൃതിയോട് ഒരുമിച്ചാണ് ജീവിക്കുന്നത്. ഇതൊക്കെ കൊണ്ടാണ് ഫിൻലാൻഡിലെ ജീവിതവും എഡ്യൂക്കേഷനും ലോകത്തിലെ ഏറ്റവും മികച്ചതാണ് എന്ന് പറയാൻ കഴിയുന്നത്.